ഹലോ ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ വോൾവർഹാംപ്ടൺ അടുത്തുള്ള വെസ്റ്റ് പാർക്ക് എന്ന സ്ഥലത്താണ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് നല്ല വലിയൊരു തടാകവും കുറച്ച് പ്രാപ്പിടിയും പെലിക്കൻസ്, പിന്നെ വേറെ കുറച്ച് പ്രാവുകളുണ്ട്, താറാവുണ്ട്. പെലിക്കൻസാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇത് കാണിച്ചു തരാം, അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഈ പെലിക്കൻസിൻ്റെ കൂടെ കളിച്ച് നടക്കുന്നതാണ് നമ്മുടെ മെർലിൻകുട്ടി. ഹലോ, ഹായ്. കണ്ട നമ്മുടെ യൂറോപ്പിൽ കോമൺ ആയിട്ട് കാണുന്ന മേപ്പിൾ ട്രീ. ഇത് മേപ്പിൾ ട്രീയുടെ ഷെയ്ഡിൽ കൂടെ നമ്മുടെ നാട്ടിലുള്ള ആൽമരത്തിൻ്റെ ഒക്കെ ഒരു ഫീലാണ്. ഇവിടെ എവിടെ നോക്കിയാലും മേപ്പിൾ ട്രീസ് ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ നോക്കും, ഇതൊക്കെ മേപ്പിൾ ട്രീസാണ് ഈ കാണുന്നത്. പിന്നെ ആറുന്നത് പെലിക്കൻസാണ് കൂടുതൽ, വൈറ്റ്. പിന്നെ അതിൻ്റെ ഇടയിൽ വലിയ താറാവുകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ താറാവുകൾക്ക് പ്രത്യേകത നമ്മുടെ നാട്ടിലത്തെ താറാവ് പോലെയുള്ള ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്, കഴുത്തൊക്കെ നീണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത് കാണുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കുട്ടി യൂട്യൂബർക്ക് കൈമാറാണ്. കുട്ടി യൂട്യൂബർ, പ്ലീസ് ടേക്ക് ഇറ്റ്. ഹായ്. നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ട്രീ. ഇതാണ് ക്രിസ്മസ് ട്രീ പോലത്തെ. എനിക്കറിയില്ല. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എല്ലാം മഞ്ഞ ഫ്ലവേഴ്സ് ആണ്. പിന്നെ അതിൽ കൈ പോലെ എങ്ങനെ വെച്ചാൽ അത് അത്യാവശ്യം വലിയ വാർത്തയായിരുന്നു. എല്ലാ ന്യൂസ് പേപ്പേഴ്സിലും കവറേജ് കാര്യങ്ങൾ, അവർക്ക് ഞാനായിട്ട് അങ്ങനെ സംഘം ഓഫീസ്. നമ്മുടെ നാട്ടിലെ നീർക്കാട്ട് പോലൊരു താറാവ് ഫ്രാൻസിന്റെ ബാക്കിലും കണ്ട നമ്മുടെ നാട്ടിലെ നീർക്കാക്ക. ഇത് ശരിക്കും ഇവിടുത്തെ താറാവിൻ്റെ പൊതുവാക്കതാണ്. പോകുന്നു ഈ ചെറുത് ഇതേ കുഞ്ഞു കുഞ്ഞു നോക്ക്. ഇതാണ് സാധനം. അടുത്തല്ലേ? അടുത്ത ഫ്ലെമിംഗോസ് പറക്കുന്ന ഒരു സീനുണ്ട്. ഇനി ഇതായിരിക്കും പാർക്ക്. അതായത് എനിക്കൊക്കെ പറ്റിയ പാർക്ക്. വെറൈറ്റി റൈഡ്സ് ആണ് മൊത്തം. അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ എൻട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് പാർക്കിൻ്റെ അകത്തേക്ക് പോയാലോ? യാ, ഓക്കെ. ഓപ്പൺ ദി ഡോർ ഫോർ മീ. അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് കയറുന്നു. സീക്കണ്ടോ? ഇവിടെ ഇവിടുത്തെ തെരുവുകളുടെ പ്രത്യേകതയാണ്. ഇവിടെ ഓരോ സ്ട്രീറ്റിലും ആ സ്ട്രീറ്റുകളുടെ പേരിൽ തന്നെ ഒരു പാർക്ക് ഉണ്ടാകും. അതായത് വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ ഒരു ഡ്രൈ ലൈഫാണ്. അപ്പോൾ അവർക്ക് ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ഇടയ്ക്കൊന്ന് വരാനും സൊറ പറഞ്ഞിരിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഇതുപോലൊരു പാർക്കുണ്ട്. അപ്പോൾ ഇത് എല്ലാ സ്ട്രീറ്റിനും ഉണ്ട്. ആ സ്ട്രീറ്റുകളുടെ പേരിനനുസരിച്ചിട്ടാണ് ഈ പാർക്ക് വന്നത്. ഇപ്പോൾ ഫീനിക്സ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫീനിക്സ് പാർക്ക്, എറ്റിങ്ഷാൾ സ്ട്രീറ്റിന് എറ്റിങ്ഷാൾ പാർക്ക്. ഞങ്ങളുടെ സ്ട്രീറ്റ് നെയിമാണ് എറ്റിങ്ഷാൾ. ഒരു ഇച്ചിരി നേരം ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ഇതൊക്കെ കണ്ടു, ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ റൈഡുകളൊക്കെ എല്ലാവർക്കും കാണാം. അതൊരു തന്നെ സ്വിങ് ആണ്. ഓൾ റൈറ്റ്. പിന്നെ ഇവിടെ കുറേ ലാഡറുകളുണ്ട്, സ്ലൈഡർ ഉണ്ട്.
വെബ് ഇതാണ് ഇവിടുത്തെ സെൻട്രൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റൈഡാണിത്. ഇറ്റ്സ് എ സ്പൈഡർ വെബ്. അതുപോലെ കണ്ട കുട്ടികൾ വലിഞ്ഞ് കയറും, വലിഞ്ഞ് ഏറ്റവും മുകളിൽ വരെ കയറാം. പിന്നെ മുതിർന്നവർക്ക് ഇവിടെ സൈഡിലിരിക്കാം. ഇവിടെ പിന്നെ കുട്ടികൾക്ക് നല്ല സേഫ്റ്റിയാണ്, കുട്ടികൾ തന്നെ കളിച്ചോളും. ഇവിടെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കൂടെ മാത്രം നമ്മൾ പാരൻസിന് പോകേണ്ടതുള്ളൂ. ബാക്കി കുട്ടികൾക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേത് റൈഡിൽ വേണമെങ്കിലും കളിക്കാം. പാരൻസ് അവിടെ എവിടെയെങ്കിലും ഇരിക്കും, അത്രയാണ്. ചെറിയൊരു ജലദോഷം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സൗണ്ട് കുറവ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. സോ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, നമ്മളിപ്പോൾ നാട്ടിൽ 7 മണി സമയം എങ്ങനെയായിരിക്കും, ഇവിടെ നല്ല ഇരുട്ടായിരിക്കും അല്ലേ. പക്ഷേ ഇവിടുത്തെ 7 മണി സമയത്തെ വെയിലാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കൂ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് ബ്രിട്ടനെ വിളിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെയാവും സമ്മർ ടൈമിൽ. വിൻ്റർ ടൈമിൽ അത് കുറച്ചുകൂടെ നേരത്തെ ആവും, കുറച്ചുകൂടെ നേരത്തെ തന്നെ ഇരുട്ടാവും. വിൻ്റർ ടൈമിൽ ഒരു 6 മണിക്കാവും. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ, പല ആൾക്കാരും ഉണ്ട് ഇവിടെ കണ്ടോ. എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരുണ്ട്. അവരുടെ കുട്ടികളെല്ലാം ഫ്രീ ആയി വിട്ടിട്ട് മാതാപിതാക്കളൊന്ന് റെസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് അവർക്ക് പഠിക്കാം, പിന്നെ അത്യാവശ്യം ഫോണിൽ വാട്സാപ്പൊക്കെ ചെക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ എല്ലാം നിറച്ച് കുട്ടികളൊക്കെ ഭയങ്കര ആഘോഷത്തിലാണ്. ഇതാ പെലിക്കൻസ് പറന്നു പോകുന്നതുണ്ട്. ഇവിടെ നമ്മുടെ കുഞ്ഞാപ്പിയുണ്ട്. കുഞ്ഞാപ്പി ഇവിടെ ഒരു ബിസ്ക്കറ്റ് തിന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹലോ കുഞ്ഞാപ്പി, ഹലോ കുഞ്ഞൻ. ഒരു ഹായ് പറയൂ, ഹായ് ബിസ്ക്കറ്റ് പൊക്കി കാണിച്ചു, ഹായ് ഹാപ്പി. കുഞ്ഞൻ്റെ കേറ്റ് പാർക്കിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടുത്തെ ഗാർഡൻ ഇവിടെ നോക്ക്, എന്തൊരു നല്ല വെറൈറ്റി ഫ്ലവേഴ്സാണ്. പുലരികൾ താനേ ഇതളൂർന്നിതാ, കുളിരും ഇരവുകൾ പൂക്കും ശിശിരങ്ങളിൽ കാലം ഇന്നു തേടി വന്നിതാ, നമ്മളെ പോയിടാ. വരു ചാരേ, നീയല്ലോ ഇനി എന്നും കൂടെ നിഴലായി എന്നിഴലായി വഴി പിരിയാതെന്നുമേ. അറിയാതൊരു നാളിൽ ഋതുമാറി മഴ വന്നതുപോലെ ഉള്ളിൽ എന്നുള്ളിൽ നീ നിറയുന്നിങ്ങനെ. മേടിച്ചോ മോനെ, നല്ല ഓമനത്തുണ്ട്. പേരെന്തായിട്ടിരിക്കുന്നേ? സ്ട്രോളർ തള്ളാനുള്ള തിരക്കിലാണ്. ഉണരുന്നു നിൻമുഖമലർവനി എൻ മുന്നിൽ വിടരും പൂക്കളിൽ കാണുന്നു നീ ആ മഴവില്ലിൻ നിറമാകെയും മനസ്സിൻ ഇളമിഴികളിൽ എഴുതാം എന്നും ഞാനും സെലിബ്രിറ്റിയല്ലേ. അങ്കിൾ എന്താ ചെയ്യുന്നേ? സർപ്രൈസ്. അമ്മ വരുവാ. ആദിതാളമായി കരതലമറിയാതിനി ഇന്നുമേറെയോർമ്മകൾ പൊന്നും തേനും വയമ്പും തരും പുണ്യമീ
മുഖമനസുഖസ്പന്ദനം ധന്യമേ അമൃതകര സ്വയബിന്ദുവാൻ മൗനം പോലും പാടും കാലം നിന്നു തേങ്ങും മൗനം പോലും പാടും കാലം നിന്നു തേങ്ങും ഓ സുഖതരമൊരു നൊമ്പരം ആലാപനം തേടും തായ്മനം വാരിരം പൂവേ ആരിരം പാരാൻ താരിരം തേനേ ആരിരോ ആരോ ആലാപനം തേടും തായ്മനം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങളിൽ ഇത്രയും ഉൾക്കൊള്ളിച്ച് നമുക്ക് വിട പറയാം. ബൈ. ഞാൻ തുറക്കൂല ഐ നോ ഓപ്പൺ ഷുവർ തുറക്കൂല കൊല്ലാൻ കിട്ടൂലടാ. സായിപ്പ് കൊലപാതകി